ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്നൊരു ബ്രൈഡൽ ഷാളിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 6 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്താണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് ഇതേപോലെ നല്ല ലെങ്ത് ഉണ്ടായതുകൊണ്ട് കട്ട് ചെയ്യണ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പേപ്പറിൽ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതേപോലെ 6 മീറ്റർ ക്ലോത്തിന് നമ്മൾ പകുതി ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുക. 3 ഇഞ്ച് 3 മീറ്റർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു 3 മീറ്ററിൻ്റെ ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ട് മറ്റേ 3 മീറ്ററിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഈ ഒരു പീസിൽ മുകൾ വശത്ത് 12 ഇഞ്ചും അതേപോലെ തന്നെ താഴ് വശത്ത് 12 ഇഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്തിടുക. ഇത് പേപ്പറിലാണ് കാണിക്കുന്നത്, തുണിയിലാണ് നമ്മളത് മാർക്ക് ചെയ്യേണ്ടത്. എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാണ്. എന്നിട്ട് ഇതേപോലെ കോണായിട്ട് മടക്കി വെക്കുക. അതായത് ആ ഒരു ഭാഗം വീതിയും ഒരു ഭാഗം വീതിയുള്ളതും ഒരു ഭാഗം വീതി ഇല്ലാത്തതായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതിനെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇത് പേപ്പറിലാകുമ്പോൾ ചെറുതായിട്ട് കാണിക്കാമല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതേപോലെ 2 പീസായിട്ട് എടുത്തിട്ട് ഇതിൽ വീതി ഒരു ഭാഗം വീതിയുള്ളതും മറുവശത്ത് വീതി കൂടിയ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഇതുപോലെ 2 ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ തുണിയിലാണ് ചെയ്യേണ്ടത്, ഞാൻ പേപ്പറിലായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. ഇതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എന്നിട്ട് അതിനെ നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഒരു അംബ്രല്ല ടൈപ്പ് ആയിരിക്കും ഇതിൻ്റെ അടിഭാഗം. അത് ബാക്കിലെ വശം, ഫ്രണ്ടിലെ വശം ഇതേപോലെ ചെറിയൊരു റൗണ്ട് കൊടുത്താണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റുക. ഈ ബ്രൈഡലിൻ്റെ ലോങ് ഷാളൊന്നും നമുക്ക് വെറുതെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അധികം ചിലവൊന്നും ഇല്ലാതെ ചെയ്തെടുക്കുക. അത് ഞാൻ 6 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അത് മീറ്ററിന് 45-50 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പം ഞാൻ ആകെ 6 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തിടുമ്പോൾ ഇതേപോലെ 6 മീറ്റർ ക്ലോത്തിന് ഞാൻ 2 ആക്കിയിട്ട് മുറിച്ചു. ഇതേപോലെ അതിനുശേഷം ഒരു ഭാഗം ഇതേപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മാറ്റി. അതിനുശേഷം ഇതേപോലെ നമ്മൾ സെൻറ്റർ വശത്ത് നല്ല പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത 2 ഭാഗം അപ്പുറം ഇപ്പുറം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീതി കുറഞ്ഞ 2 ഭാഗം ഒരു വശത്ത് വരണം, വീതി കൂടിയത് ഒരു വശത്തും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് വശത്ത് ഇതേപോലെ നല്ല വീതി കൂടിയതൊരു അംബ്രല്ല ടൈപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ക്ലോത്തിനൊന്നും വലിയ വിലയില്ല. അപ്പോൾ പിന്നെ ലേസിന് മാത്രമേ നമുക്ക് ഇതേപോലെ കുറച്ചെന്തെങ്കിലും പ്രൈസ് ആകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമായിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടിയിലെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. മുകളിലും അതേപോലെ ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ട് മുകളിലും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് ഞാൻ ഇതേപോലെ ലേസ് വെച്ചെടുക്കുകയാണ്. ഇത് ഫ്രണ്ടിൽ ഇതേപോലെ ഹാങ്ങിങ് ഉള്ള ഒരു ലേസും ബാക്കിൽ സിമ്പിളായിട്ടുള്ള ലേസുമാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ലേസിന് മീറ്ററിന് 50 രൂപ വരുന്നത്. അതേപോലെ ഹാങ്ങിങ് ഉള്ള ലേസിന് 180 രൂപയാണ് മീറ്ററിന് വരുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് മാത്രമായത് 2.5 മീറ്ററാണ് അതെടുത്തിട്ടുള്ളത്. മൊത്തം 10 മീറ്ററാണ് എനിക്ക് ലേസ് ചുറ്റുഭാഗത്തായിട്ട് വെച്ചെടുക്കാനുള്ളത്. എന്നിട്ട് ഇതേപോലെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഈ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് വശത്ത് മറ്റേ ഫ്രണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്ത് ഈ ഒരു ലേസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അടിവശത്ത് ഇതേപോലെ ബാക്കിൽ വീതി കൂടിയതും ഫ്രണ്ടിൽ വീതി കുറഞ്ഞതും. സൂക്ഷിച്ച് നോക്കൊന്നും വേണ്ട, റിംഗ് സ്റ്റാൻഡാണ്. ഇട്ട് നോക്കി വീഡിയോ എടുക്കാനാളില്ലാത്തതുകൊണ്ട് സ്വയം കണ്ടൊരു ഐഡിയ ആണിത്. ഇതേപോലെ കസ്റ്റമർ ഇട്ട ചെറിയൊരു ഫോട്ടോ സോൺ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.